എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഇന്നലത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയേണ്ടതിൽ, അതായത് വയനാട് ദുരന്തത്തെ പറ്റി, അതായത് നമുക്ക് വരുന്ന പേഷ്യൻസിൽ ഫസ്റ്റ് സിറ്റിംഗ് എടുക്കുന്ന, അതായത് സ്റ്റെം സെൽസ് ചെയ്യുന്ന ആദ്യമായിട്ട് സ്റ്റെം സെൽസ് ചെയ്യാൻ വരുന്ന പേഷ്യൻസിൻ്റെ അവരെത്ര എമൗണ്ട് തരിക? 17,000 രൂപ തരുന്നുണ്ട്. ആ 17,000 രൂപയിൽ 8,500 ചെയ്ത് കൊടുക്കുക. ആ 17,000 രൂപയിൽ 3,000 രൂപ നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്നും ഡയറക്റ്റ് ഇതിലോട്ട് എന്താ ചെയ്യുക, മാറ്റും. ഏതിലോട്ട്? വയനാട് ദുരിതാശ്വാസ ഫണ്ടിലോട്ട്. മനസ്സിലായില്ലേ? അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് 3 പേഷ്യൻ്റ് ഇന്നലെ ഫസ്റ്റ് സിറ്റിംഗ് ചെയ്യാൻ വന്നു. പിന്നെ സെക്കൻഡ് സിറ്റിംഗ് ഇന്നലെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കൂട്ടുന്നില്ല. നമ്മൾ ഫസ്റ്റ് തൊട്ട് ആദ്യമായിട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ എണ്ണ കൂട്ടുന്നു. ഇന്നലെ 3 പേരുണ്ടായിരുന്നു, ഇന്ന് 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 7 പേരുതായി. ഇപ്പോൾ 7 പേരെന്ന് പറയുമ്പോൾ ഏകദേശം 7 × 3,000 21,000 രൂപയായിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ആ 21,000 രൂപയിൽ എനിക്ക് തോന്നി അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പാരസെറ്റമോൾ, പനീൻ്റെ ഗുളികകൾ, പിന്നെ ORS, പിന്നെ സാനിറ്ററി നാപ്കിൻസ്, അതേപോലെ തന്നെ അവർക്ക് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടോ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടോ ORSൻ്റെ പൗഡർ, അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സ്, ക്രാക്ക് ജാക്ക് പോലത്തെ ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഈ 21,000 രൂപയിൽ ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ പോലും ബാക്കിയുണ്ട് കുറച്ച് എമൗണ്ട്. ആ എമൗണ്ട് വഴി നമ്മൾ ബാക്കി എന്തൊക്കെയാണോ, നിങ്ങൾക്ക് സജഷൻസ് വേണമെങ്കിൽ പറയാം, എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ത്രൂ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഒരു DLAP കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ ഒക്കെ പോട്ടെ, ഒരു 500 രൂപ, 100, 200, 500 നിങ്ങൾക്ക് നിങ്ങളാൽ ആവുന്നത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വരൂപിച്ചിട്ട് എൻ്റെ കൂടെ ഇത് കൊടുക്കാൻ നേരത്തെ ആർക്കൊക്കെയാണ് വരാൻ താല്പര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയിട്ട് അവർ നേരിട്ട് പോയി ഈ മാസം അവസാനം പോയി കണ്ട് കൊടുക്കാവുന്നതാണ്. അതായത് ഈ ഒരു മാസം നമ്മൾ കളക്ട് ചെയ്തത്, ഇപ്പോൾ ഞാൻ ഈ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് വേർതിരിച്ച് 3,000 രൂപ മാറ്റി വെക്കുന്നത് കൂടാതെ നമ്മളെ കമ്മ്യൂണിറ്റി, അതായത് നമ്മളെ DLAPൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി അവരെക്കൊണ്ട് ആവുന്ന രീതിയിലുള്ള സഹായങ്ങൾ, അതിപ്പോൾ പൈസ ആവണമെന്നില്ല, പൈസ തരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവരെക്കൊണ്ട് ആവുന്ന കുറച്ച് ഡ്രസ്സുകളാണെങ്കിലും ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും അരിൻ്റെ പലചരക്ക് കടയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അരിയാണെങ്കിലോ, പൈസ ആവണമെന്ന് നിർബന്ധമില്ല, നിങ്ങളെക്കൊണ്ട് ആവുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ത്രൂ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ വെറുതെ എനിക്ക് മീൻസ് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമല്ലല്ലോ, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വേണമല്ലോ എന്താണെങ്കിലും. അപ്പാർട്ട് ഫ്രം എവരിത്തിങ്, അതായത് ഡോക്ടർ, ക്ലിനിക്ക് എല്ലാം പോട്ടെ, എല്ലാം മാറ്റിയിട്ടെ. ആഫ്റ്റർ ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറച്ചൊരു ഇത് വേണമല്ലോ, എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ് വേണമല്ലോ. പിന്നെ സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻ്റ് അടിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഏതിലോട്ടാണ് ഡൊണേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുള്ളൂ. ഇനിയിപ്പോൾ ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവുന്നത്, അതായത് പഴയ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പഴയ അവർക്ക് സമയം കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ, കുറേ പഴയ കുട്ടികൾ കളിക്കാനുള്ള ടോയ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായം മാത്രം ചെയ്യുക, ബുദ്ധിമുട്ടണ്ട. കാരണം നമുക്കെല്ലാവർക്കും മനസ്സിലാവും, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ.